PSLVയുടെ ദൗത്യത്തിനേറ്റ അപ്രതീക്ഷിത പരാജയത്തിന്റെ കാരണങ്ങൾ തേടുകയാണ് ISRO. തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്യത്തിലെത്താതെ തിരിച്ചടി നേരിടുന്നത്. 1993 മുതൽ ഇതുവരെ 63 ദൗത്യങ്ങളാണ് PSLV നടത്തിയത്. PSLVയുടെ ചരിത്രത്തിലെ തന്നെ മൂന്നാമത്തെ മാത്രം സമ്പൂർണ്ണ പരാജയമാണ് ഇന്ന് സംഭവിച്ചത്. ഭാഗികമായ പരാജയങ്ങളും ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. 1993 സെപ്റ്റംബർ 30 നടത്തിയ ആദ്യ PSLV വിക്ഷേപണം പരാജയമായിരുന്നു. ദൗത്യം പരാജയപ്പെട്ടെങ്കിലും വിക്ഷേപണ സംഘവും അതിനുശേഷം നിയമിച്ച വിദഗ്ധ സമിതിയും ദൗത്യം നിരവധി സാങ്കേതിക വിദ്യകളെ സാധൂകരിച്ചെന്ന് വ്യക്തമാക്കിയിരുന്നു. ഉപഗ്രഹത്തെ ഉൾക്കൊള്ളുന്ന പേലോഡ് ഫയറിംഗ് ആസൂത്രണം ചെയ്തതുപോലെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. 7 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ISROയ്ക്ക്. രാജ്യസുരക്ഷയിൽ നിർണായകമാകേണ്ടിയിരുന്ന EOS-09 ഭ്രമണപഥത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. അതും രാജ്യസുരക്ഷയ്ക്കായുള്ള നിരീക്ഷണ സംവിധാനത്തിന് കൂടുതൽ ശക്തി വേണ്ട സമയത്ത്. പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയത്തിലേക്കെത്തുന്ന രീതിയാണ് എന്നും ISROയെ മുൻപന്തിയിലെത്തിക്കുന്നത്. അടുത്ത മാസം NASA ISRO സംയുക്ത ദൗത്യം നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ കരുതലോടെയാകും ISRO മുന്നോട്ടു പോവുക.